ഹായ്. അപ്പൊ നമുക്ക് ഇന്ന് കുറച്ച് കുട്ടി കരിമീൻ കിട്ടിയിട്ട് നമുക്ക് ഇതൊക്കെ ഒന്ന് പൊള്ളിച്ചെടുത്താലോ. അപ്പൊ എല്ലാവരും ഇവിടെ കമോൺ. അപ്പൊ ആദ്യത്തെ പരിപാടി എന്ന് പറയുന്നത് നമ്മുടെ കരിമീൻ നന്നാക്കി എടുക്കുക എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ കരിമീനൊക്കെ നന്നാക്കി എടുത്തു. ഇനി അതിലേക്കുള്ള മസാലക്കൂട്ടാണ് 1 ടീസ്പൂൺ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മസാലപ്പൊടി, ഉപ്പ്, പിന്നെ വിനീഗർ 2 ടീസ്പൂൺ ഒഴിച്ചിട്ട് നന്നായി മിക്സ് ചെയ്യട്ടെ. നന്നായി മിക്സ് ചെയ്ത് കുറച്ചധികം നേരം അതിൽ നിന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. പിന്നെ നമ്മുടെ ചട്ടിയിൽ എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് അതിൻ്റെ മീതി മീനുകളൊക്കെ അങ്ങോട്ട് പരത്തി വെച്ചിട്ട് നന്നായി ഒന്ന് പൊള്ളിച്ചെടുക്കുക കേട്ടോ. തിരിച്ചും മറിച്ചിട്ടൊക്കെ നന്നായി അതിനൊന്ന് പൊള്ളിച്ചെടുത്ത് അതിനൊരു പ്ലേറ്റിലേക്ക് മാറ്റിയതിന് ശേഷം ഇനി അടുത്ത പരിപാടി നമ്മുടെ ആ പൊള്ളിച്ച വെളിച്ചെണ്ണയിൽ തന്നെയാണ്. അതിലേക്ക് നമ്മൾ ആദ്യം 2 വെളുത്തുള്ളി ഇടാം. പിന്നെ ചുവന്നുള്ളിയാണ് ഇടുന്നത്. ചുവന്നുള്ളി ഇട്ടാലാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. ചുവന്നുള്ളി ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്യുക. നന്നായി ഒന്ന് വഴന്ന് വരുമ്പോൾ കുറച്ച് കുത്തുമുളക് പൊടി അതിലേക്ക് ഇടുക. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് അത് മാറ്റി വയ്ക്കുക കേട്ടോ. പിന്നെ നമ്മളത് മിക്സിയിൽ അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അരച്ചെടുക്കേണ്ട ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് നമ്മുടെ ആ മിക്സ് അതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ കുറച്ച് മസാലപ്പൊടിയും കൂടി ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്യുക. ആ മിക്സ് ചെയ്തതിലേക്ക് കുറച്ച് നമ്മൾ ഈ മസാല അതിൽ നിന്ന് മാറ്റി വയ്ക്കുക. പിന്നെ ബാക്കിയുള്ള മസാലയ്ക്ക് നമ്മുടെ മീനുകൾ ഇറക്കി വയ്ക്കുക. എന്നിട്ട് ആ മസാലക്കൂട്ട് നന്നായി അതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ അടുത്ത പരിപാടി നമ്മുടെ വാഴയിലയിൽ അത് പൊള്ളിക്കലാണ്. അപ്പോൾ വാഴ നന്നായി ഒന്ന് വാട്ടിയെടുക്കുക. വാട്ടിയെടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ മാറ്റി വെച്ച കുറച്ച് മസാല അതിലേക്ക് വെച്ചതിന് ശേഷം അതിലേക്ക് നമ്മുടെ മീൻകുട്ടന്മാർ ഓരോരുത്തരും അതിലേക്ക് എടുത്ത് വയ്ക്കുക. എന്നിട്ട് അതിനെ നല്ലോണം ഒന്ന് അടച്ച് കെട്ടിയിട്ട് ചട്ടിയിൽ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അടച്ച് വെച്ച് ആവി കയറ്റുക കേട്ടോ. അതിന് ശേഷം ഒന്ന് മറിച്ചിട്ട് അതിന് വേവിക്കുക. പിന്നീട് പുറത്തെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഐറ്റം സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ വാഴയിലയിൽ പൊള്ളിച്ച കരിമീൻ. ഇനി നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ കരിമീൻ പൊള്ളിച്ചത് സെറ്റായിട്ടുണ്ട് കേട്ടോ. നമ്മൾ സെറ്റ് ചെയ്തതുണ്ടെങ്കിൽ ഇരുട്ടായി. ഇനി നമുക്കിത് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. എൻ്റെ ഉപ്പും മുളകും എല്ലാതും കറക്റ്റായിട്ട് സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ കരിമീൻ കിട്ടുമ്പോൾ മസ്റ്റ് ട്രൈ ചെയ്യേണ്ടതായിട്ടാണ്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളി സാധനമാണ് കേട്ടോ. അപ്പോൾ ഓക്കെ, ബായ്.